ചേരുന്നു. ഹർജിക്കാരൻ മുബാസ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. മുബാസിന്റെ അടക്കമുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത്. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എന്താണ് പ്രതികരണം? തീർച്ചയായും ഹൈക്കോടതിയുടെ വിധി സ്വാഗതാർഹമാണ്. കാരണം നവകേരള സിറ്റിസൺ റെസ്പോൺസീവ് പ്രോഗ്രാം എന്നാണ് ഗവൺമെന്റ് ഈ പ്രോഗ്രാമിന് പേരിട്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് CPM സിറ്റിസൺ റെസ്പോൺസീവ് പ്രോഗ്രാമാണ്. അതായത് CPMന്റെയും മുന്നണിയുടെയും പോരായ്മകൾ അല്ലെങ്കിൽ തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ മറയ്ക്കാൻ വേണ്ടിയും ജനങ്ങളെ അത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുവാൻ വേണ്ടി ഒരു പാർട്ടി സ്പോൺസേഡ് പ്രോഗ്രാമാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തുവാൻ ശ്രമിച്ചത്. അതിനെയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. തീർച്ചയായും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ കൃത്യമായി ഭരണാനുമതി പോലും കിട്ടാതെ ഇതിന്റെ പ്രോഗ്രാം നടത്തുന്നത് തീർത്തും തെറ്റാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ ഉള്ള വിധി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി ആദ്യമേ ഒരു തീരുമാനമെടുക്കുക, ജനങ്ങളെ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തണമെന്ന്. അതിന് ദിവസങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് കൂടി മന്ത്രിസഭാ യോഗം കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് പിന്നിലുള്ള താല്പര്യം വ്യക്തമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മുന്നണിയുടെയും സർക്കാരിന്റെയും താല്പര്യങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സർവേ കൊണ്ടുവന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ജോലി കിട്ടാത്ത അഭ്യസ്തരായ MSWക്കാരടക്കം സർവേക്ക് ഏബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ DYFIയുടെയും SFIയുടെയും CPMന്റെയും വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് 20 കോടി രൂപയാണ് ഇതിനു വേണ്ടി മുടക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ താല്പര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി നൽകുന്നതിലേക്ക് മുന്നോട്ട് പോയത്. ശരി, വളരെ നന്ദി മുബാസ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് രാഷ്ട്രീയമായ ഒരു വിജയം കൂടിയായിട്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ കാണുന്നത്.